ടോസ് റൗണ്ടിലേക്കാണ് പോകുന്നത്. അയ്യോ. പാടാൻ വരുന്നു. സർ അങ്ങനെ പറയരുത് സർ. അപ്പൊ ഒരു ബാഹുബലി. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ശിവനന്ദ. ശിവനന്ദ ചേച്ചി, ശരത് സാറിന്റെ പാട്ടാണ് പാടാൻ പോകുന്നത്. അതെ, ഏത് പാട്ടാണ്? കരയാതെ കണ്ണുറങ്ങുന്നുള്ള സോങ് ആണ്. ശരത് സാർ, പറയൂ ആ സോങ്ങിന് പിന്നിലുള്ള കഥ. അല്ല, എന്തൊക്കെയാലും കുറെ സന്തോഷം. ഈ ഒരു പാട്ടെടുത്തോണ്ട് വന്നതിൽ കുറെ സന്തോഷം. ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നതാണ് നല്ലത്. വേറൊരു നല്ല മനുഷ്യൻ സംസാരിക്കുന്നതായിരിക്കും. കാരണം അദ്ദേഹമാണ് ഇത് സത്യത്തിൽ പറയേണ്ടത്. നമുക്കത് കേൾക്കാം. ഓക്കെ. നമസ്കാരം, ഞാൻ സിബി മലയിൽ. ഇന്ന് ഈ വേദിയിൽ എനിക്കേറെ പ്രിയപ്പെട്ട ഒരു പാട്ട് പാടുന്നു എന്നതിൽ വളരെ സന്തോഷം. 31 വർഷങ്ങൾക്ക് മുമ്പ് സാഗരം സാക്ഷി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശരത് കമ്പോസ് ചെയ്ത കരയാതെ കണ്ണുറങ്ങ് എന്ന പാട്ട് ശിവനന്ദയാണ് ഇന്ന് ഇവിടെ പാടുന്നത്. ശരതുമായിട്ടുള്ള എന്റെ ബന്ധം ആരംഭിക്കുന്നത് 1990-ൽ ഇസ്ഹാന സബ്ദുൾ എന്ന സിനിമയുടെ കമ്പോസിംഗ് വേളയിൽ രവീന്ദ്രൻ മാഷോടൊപ്പമാണ്. ആ സിനിമയിലെ ദേവസഭാതലം എന്ന പാട്ട് നെടുമുടി നിന്ന് ചേട്ടൻ പാടുന്നതായി നമ്മൾ കാണുന്ന ഭാഗം ശരത്തിന്റെ ശബ്ദമാണ്. ശരത് പിന്നീട് എനിക്ക് വേണ്ടിയിട്ട് 2 സിനിമകൾ സംഗീത സംവിധാനങ്ങൾ പഠിച്ചു. ഒന്ന് സാഗരം സാക്ഷിയും ഒന്ന് സിന്ദൂരരേഖയുമാണ്. അതിൽ സിന്ദൂരരേഖയിലെ കരയാതെ കണ്ണുറങ്ങുക എന്ന ഈ പാട്ട് എനിക്ക് ഏറെ സ്പെഷ്യലാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ പാട്ടിന്റെ രംഗത്തിൽ മമ്മൂട്ടിയുടെയും സുകന്യയുടെയും മകളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് 1.5 വയസ്സുണ്ടായിരുന്ന എന്റെ മകളാണ്. ഇന്നും അവൾക്ക് അതേ പ്രായത്തിലുള്ള ഒരു മകളുണ്ട്. ഞാൻ ആ പാട്ട് ആവർത്തിച്ച് യൂട്യൂബിൽ ഇപ്പോൾ കാണാറുണ്ട്. എന്റെ മകളുടെ കുട്ടിക്കാലം ഒരിക്കൽ കൂടി കാണുവാനും ആസ്വദിക്കാനും വേണ്ടിയിട്ട്. ഈ പാട്ട് എനിക്കായിട്ട് ഒരുക്കിയ ശരദിനും അത് എഴുതിയ കൈതപ്പുറത്തിനും ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും എന്റെ സ്നേഹം, സിബി സാറിന്റെ വിഷസ് ആണ് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ നമുക്ക് വേണ്ടി ചെയ്തയച്ചതില് അല്ലെ, ആരുടെയൊക്കെ പ്രസൻസ് ആണ് നമ്മുടെ ഫ്ലോറിൽ വരണേന്ന് ആലോചിച്ചൊക്കെ. അല്ല, അത് തുടക്കമിട്ടത് ഈ മനുഷ്യൻ തന്നെയാണ്. അതെ, കാരണം ശ്യാം സാർ, ശ്യാം സാറിന്റെ ആ ഒരു ഇതിലാണ്. അപ്പോഴാണ് അതിന്റെ ഒരു, കാരണം അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ ഒന്ന് മൂഡ് എലിവേറ്റഡ് ആവും. പിന്നെ അവര് തന്നെ ഡയറക്ട്ലി ഒരു ഓൾ ദ ബെസ്റ്റ് പറയുമ്പോൾ അത് ഭയങ്കര സംഭവം തന്നെയാണ്. മാത്രമല്ല അതൊരു ഭയങ്കര ഒരു ഇതില്ലേ, കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൾ അതിനകത്ത് അഭിനയിച്ചിട്ട് മകൾക്ക് അത്രയും വയസ്സുള്ള ഒരു മകള്. അതെ. അപ്പൊ എന്തായാലും നമുക്ക് ആ സോങ് കേൾക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്, മാറോടു ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ്, കണ്ണെഴുതി കിളിപ്പാട്ടു കൊഞ്ചേണം.
യുവതി കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ് ആകാശമേടയിൽ നീ മാൻപേടയായുയർന്നാൽ തിങ്കൾ കൊതുമ്പുമായി വരും. ആകാശമേടയിൽ നീ മാൻപേടയായുയർന്നാൽ തിങ്കൾ വിദൂരമേഘമായി ഞാൻ നിന്നിഴലായി ഞാൻ മായും. കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ് മാറോടു ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ് കൈവളരാൻ നേരം പദമായിരം വേണം മേവളരാൻ നേരം കണ്ണായിരം വേണം വാലിട്ടു കണ്ണെഴുതി കിളിപ്പാട്ടു കൊഞ്ചേണം കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്. നൈസ് മോളോ, വെരി നൈസ്. ഗുഡ്. ശിവനന്ദ ചേച്ചി ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു ചേച്ചി. ഇനി കൂടുതൽ ബ്യൂട്ടിഫുൾ ആയോന്ന് നമുക്ക് ശരത് സാറിനോട് തന്നെ ചോദിക്കാല്ലേ. ചോദിക്കാം. ശരത് സർ, യെസ് ബോസ്. എങ്ങനെയുണ്ടായിരുന്നു ശിവനന്ദ സാറിന്റെ ഒരു പാട്ട് പാടിയത്? ശിവനന്ദ സർ മനോഹരമായിട്ട് പാടി. ശിവനന്ദ, താങ്ക് യു സർ. ശിവനന്ദയ്ക്ക് ഒരു അടപ്പുണ്ട് തൊണ്ടയ്ക്ക്. ഉണ്ട് സർ. ആ, എന്താണ് അത് പാടിക്കൊണ്ടിരിക്കുമ്പോ വരണ്ടു പോകത്തോണ്ട. ഇതെന്താണിത്? എനിക്ക് കഴിഞ്ഞ സ്റ്റേജ് വരെ ഉണ്ടായില്ല, ഇപ്പൊ പുതിയതായിട്ട് വന്നേ. പക്ഷെ ഈ ഒരു കണ്ടീഷനിലും തൊണ്ട ഡ്രൈ ആയെങ്കിലും മനോഹരമായിട്ട് പാടി. താങ്ക് യു യെസ് സർ. ഓഫ് കോഴ്സ്. എന്നുവെച്ചാൽ ഈ ഒരു ഇത് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷം, ഇത് നമ്മുടെ ലോഹി ചേട്ടനും ലോഹിതദാസ് അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ്. ഈ കമ്പോസിങ്ങിന് ശിവചേട്ടനും നമ്മുടെ കൈതപ്രാണ്ണാച്ചി AVMG എന്നുള്ള തിയേറ്ററിലാണ്. ഇപ്പം ഇന്ന് ആ തിയേറ്ററൊന്നും ഇല്ല. അപ്പം അവിടെ രവി, റെക്കോർഡിങ് എഞ്ചിനീയർ രവി ആയിരുന്നു അവിടെ റെക്കോർഡ് ചെയ്തതും. ഇതൊക്കെ അടിച്ചു പിടിച്ചത് ഷൂട്ടാണ് ഇപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മളെല്ലാം കൂടെ ഓടിച്ചിട്ട് ചെയ്തതായത്. അപ്പം അത് ദാസേട്ടൻ വന്ന് പാടിയതും. അപ്പോൾ ചിത്ര ചേച്ചി പാടി പോയതിന് ശേഷമാണ് ദാസേട്ടൻ വന്നത്. അപ്പോൾ പാട്ട് ഞാൻ പറഞ്ഞു, ദാസേട്ട പാടിയിട്ടുണ്ട്, അപ്പോൾ അത് കേട്ടാൽ പോരെ, മതിമോനെ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കൊക്കെ ഇത്രയും ബേസായോ ഇപ്പോൾ ദാസേട്ടൻ. ചിത്ര ചേച്ചി പാടിയ കേട്ടെ. അപ്പോൾ ചേച്ചി വല്ലാണ്ട് ഇമോഷണലായിപ്പോയ ഒരു പാട്ടാണ് അത്. ശിവചേട്ടൻ പറഞ്ഞ്, ശരത്തെ കുറച്ച് നേരം വിട്, ചിത്രം ഒന്ന് നോർമലായിട്ട് നമുക്ക് പാടിക്കാം എന്ന് പറഞ്ഞിട്ട്. അത് എന്ത് വിഷമമാണ് ചേച്ചി കൊണ്ടുപോയെന്ന് അറിഞ്ഞോളൂ. പക്ഷെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പാട്ടെടുത്തത്. അതൊക്കെ ഓർത്ത് പിന്നെ ദാസേട്ടൻ വന്ന് പാടി. ആഹാ, രണ്ടും ഒരേ ട്യൂണാണെങ്കിൽ രണ്ടുപേര് പാടിയപ്പോൾ അതിന് രണ്ട് വൈബാണ് നമുക്ക്. അത് രണ്ടും സന്തോഷം. അതൊക്കെ ഓർത്തു ഞാൻ. മനോഹരമായിട്ട് പാടി. ഈ ആ നീരാടം മാത്രം ഒന്ന് പാടാമോ എനിക്ക് വേണ്ടി? പാൽക്കനവിൽ പാൽക്കനവിൽ നീരാടാ ദാരീരീന നീരാടാ ദാരീന.
അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ സാർ. ബാക്കിയൊന്നുമില്ല. നന്നായിട്ട് തന്നെ പാടി, നന്നായിട്ട് തന്നെ പാടി. അതിൻ്റെ സോളം ഒട്ടും ചോർന്നു പോകാതെ പാടി. അത് ഞാൻ വിട്ടുപോകാൻ കരയാതെ കണ്ണുറങ്ങ് എന്നുള്ള സംഗതി മിക്കാറുള്ളവർക്ക് അത് വിട്ടുപോകും. അതൊക്കെ എടുത്ത് പാടി, അത് കുറേ സന്തോഷം. നന്നായിട്ട് പാടി ശിവാനന്ദ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി ശിവനന്ദ, മാം. ശരത് സാറിന്റെ പാട്ട് പാടിയതിൽ വളരെ സന്തോഷം. എന്ത് രസമാണ് ഈ പാട്ട് കേൾക്കാൻ. ബ്യൂട്ടിഫുൾ സർ. വീണ്ടും വീണ്ടും സാറിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഓ, താരാട്ട് പാട്ടുകള് സാർ ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ നമുക്കൊരു വളരെ നിഷ്കളങ്കമായ ഒരു ഫീലാണ് ഈ പാട്ടിനകത്തൊക്കെ കിട്ടുന്നത്. അപ്പം ഇത് നമ്മളിപ്പോൾ ശിവനന്ദ ഇതിപ്പം പഠിച്ച് പാടുമ്പോഴൊക്കെ ഈ പാട്ടിന്റെ ആ ഓർക്കസ്ട്രേഷനും അതിന്റെ കംപ്ലീറ്റ് പിക്ചറൈസേഷനും ഒക്കെയാണ് ഇങ്ങനെ തലയിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നത്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ട് കേൾക്കുമ്പോൾ വളരെ 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 ഈ പാട്ട് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണെന്ന് തോന്നും സർ. പക്ഷേ ഇത് അത്ര സിമ്പിളായിട്ട് പാടാൻ പറ്റില്ല. പ്രത്യേകിച്ച് തൊണ്ടയിൽ ഇത്ര അടപ്പൊക്കെ വെച്ചുകൊണ്ട്, അല്ലേ മോളെ? അതെ ഇത് മാം. എത്ര സമയം എടുത്തു പഠിക്കാൻ? ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പം ഞാൻ എത്ര പ്രാവശ്യം പാടിയിട്ടൊന്നും ശരിയാവാത്ത പോലെ തോന്നും. അതെന്താ? അതെന്തോ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ എത്ര പാടിയാലും ശരിയാവുന്നില്ല എന്ന് തോന്നിക്കൊണ്ടിരിക്കും. അങ്ങനെ വീണ്ടും ഞാൻ കുറെ പ്രാക്ടീസ് ചെയ്തായിരുന്നു. പക്ഷെ നന്നായി പാടി. എനിക്ക് ആ സ്പെഷ്യലി ലാസ്റ്റ് പല്ലവിയിലെ മോളെ കണ്ണായിരം എന്ന് പറഞ്ഞൊരു വേർഡ് പാടി മോള്. അതിന്റെ സംഗതി നല്ല പെർഫെക്റ്റ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഈ തൊണ്ടയുടെ പ്രശ്നം വരുമ്പോഴത്തേക്ക് നമുക്ക് അത് ബുദ്ധിമുട്ടാണെന്നുള്ളത് അറിയാം. പക്ഷെ ഈ സംഭവം പാടിയപ്പോഴത്തേക്ക് നല്ല ക്ലിയർ ആയിട്ട് അവിടെ സംഗതി വന്നു എന്നുള്ളതാണ്. പിന്നെ മോള് നല്ല നിഷ്കളങ്കമായി നിന്ന് ഒരു നല്ല ഉടുപ്പൊക്കെ ഇട്ട്, നല്ല പട്ടുപാവാടയും ബ്ലൗസൊക്കെ. ശരിക്കും ഈ പട്ടുപാവാട ബ്ലൗസ് അല്ലേ അത്? അതെ. നമ്മള് ഇതൊക്കെ മറന്നു ഈ കാലഘട്ടം. പണ്ടൊക്കെ ആൾക്കാർ ഈ പട്ടുപാവാടയും ബ്ലൗസൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത് ശരിക്കും നല്ല സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു മാം. നമ്മളെ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി. സുന്ദരിയായി വന്ന് സുന്ദരമായിട്ട് പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടിയാണിത്. വീണ്ടും 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 ശരത് സാറിന് നന്ദി. നന്ദി. നമസ്കാരം. താങ്ക് യു ചേച്ചി. എം ജി സർ. ശിവനന്ദ സാർ. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഒരു ചെറിയ അടപ്പെന്ന് പറഞ്ഞു. ചെറുതായിട്ട്. അതാ മഴവിൽ എന്ന് തുടങ്ങിയ ആ ഒരു പോർഷനില്. പക്ഷെ ആ ബേസ് പോർഷൻ ഉണ്ടല്ലോ, നല്ല സുഖമായിരുന്നു കേൾക്കാൻ, താങ്ക് യു സാർ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ ആ കൊഞ്ചേണം എന്ന് പറഞ്ഞ അത് ആ പോർഷൻ പാടോ? വാലിട്ട് കണ്ണെഴുതി വാലിട്ടു കണ്ണെഴുതി കിളിപ്പാട്ടു കൊഞ്ചേണം. മോക്കൊരു പേടിയുണ്ടോ? ചെറുതായിട്ട്. അത് ഈസി ആയിട്ട് നിർത്താൻ. താരേ സാ എന്നുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, സസ്റ്റെയിൻ ചെയ്തൊന്ന് ഈസി ആയിട്ട് നിർത്തിക്കേ. വാലിട്ടു കണ്ണെഴുതി കിളിപ്പാട്ടു കൊഞ്ചേണം. അത്രേ ഉള്ളൂ. അവിടെ ഒരു വിറയല് വരുന്നുണ്ട്. ശരത്ത് പേടിപ്പിക്കുന്നുണ്ടോ? കണ്ണുരുട്ടുന്നുണ്ടോ? ഇടയ്ക്ക് ഞാൻ 2 തവണ ഉരുട്ടി. എനിക്ക് തോന്നി. അത്രയൊക്കെ ഉള്ളു മോളെ. കാരണം അല്ലാതെ വേറൊരു വലിയ സംഭവമൊന്നുമില്ല. തിങ്കൾ കൊതുമ്പുമായി ആ ഒരു പോർഷൻ പാടിക്ക്. തിങ്കൾ കൊതുമ്പുമായി വരും. ആ എൻഡ് പോർഷൻ വരുമ്പം ശ്വാസം പോകണം. നമുക്ക് അടപ്പുള്ളതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പക്ഷെ എങ്കിലും ബ്യൂട്ടിഫുൾ സോങ്. ഇപ്പൊ ശരത്തിന്റെ ഒരു പാട്ടെന്ന് പറയുമ്പോൾ നമുക്കത് നല്ലതെന്ന് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് നല്ലതായിരിക്കും. കാരണം ഹി വിൽ ഡു ഓൺലി ഗുഡ് സോങ്സ്. കാരണം ആ പാട്ടിൽ ഒരു പാട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് കഴമ്പെന്ന് പറയും, ഞങ്ങള് സാധാരണ ഭാഷയിൽ പറയുന്നതാണ്. അതിനകത്ത് ഒരു കഴമ്പ് കാണും, അതിനകത്തൊരു സംഭവം കാണും, പഠിക്കാനുള്ള ചില എലിമെന്റ്സ് കാണും. കാരണം യൂഷ്വലായിട്ടൊരു പാട്ട് പോകുന്നത് പോലെയല്ല. ഇപ്പൊ ഇതിനകത്ത് തന്നെ ഇതിനകത്ത് എത്രയോ പാട്ടുകളുണ്ട്. പക്ഷെ ശരത്ത് ചെയ്യുമ്പോൾ അതിന്റെ ഓർക്കസ്ട്രേഷനും ബാക്കിയെല്ലാം സംതിങ് ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ശരത്. താങ്ക് യു. നല്ല നല്ല മനോഹരമായിട്ടുള്ളൊരു പാട്ട്. കാരണം സിബി എന്നെ പറഞ്ഞല്ല. കാരണം സിബി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ചുമ്മാ പറയുന്ന ഒരാളല്ല സിബി. കാരണം ഈ പാട്ടിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അദ്ദേഹത്തിന്റെ പടത്തിലെ പാട്ട് എല്ലാം ഹിറ്റാണ്. എല്ലാം ഓൾ സോങ്സ് ഹിറ്റാണ്. മാത്രമല്ല പാട്ടുകൾ എടുക്കാൻ നല്ല കഴിവുള്ള ഒരു ഡയറക്ടറും കൂടാണ്. കാരണം നമ്മളിപ്പോ ഒരു ശരത്ത് ഇതുപോലെ ഒരു പാട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ കാണും. ഒരു മ്യൂസിക് ഡയറക്ടർ ഇതിങ്ങനെ വരും.
കാരണം അവരുടെ അടുത്താണല്ലോ കഥ പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ വരണമെന്നില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ആയിരിക്കും അവർ തിരിച്ച് തരുന്നത്. അപ്പോഴാണല്ലോ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണല്ലോ ഒരു ഹിറ്റ് വരുന്നത്. എന്തായാലും ഒരു സൂപ്പർ ഹിറ്റ് സോങ് മോള് പാടി. പക്ഷെ ഇത് കുറച്ച് സംഭവങ്ങൾ. ശരി മോളെ, റൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക നന്നായിട്ട് പാടി താങ്ക് യു സർ. ശിവനന്ദ. അത് ഈ മനുഷ്യൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ അതാണ് ആക്ഷൻ. അതെ. പാട്ടിനെ പറ്റി എല്ലാവരും പറഞ്ഞു. ഞാനിങ്ങനെ ഇടയ്ക്ക് വിചാരിക്കും ഇതുപോലൊക്കെ ചിന്തിക്കണം. ആ ഒരു ബ്രെയിൻ്റെ കുറച്ചൊരു ഭാഗം നമുക്കൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. പക്ഷെ എൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഒരു സംഭവം എന്ന് വെച്ചാൽ 1994 ഇറങ്ങിയ സിനിമയും പാട്ടും ആണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പം 1994 കഴിഞ്ഞു, 2004 കഴിഞ്ഞു, 2014 കഴിഞ്ഞു, 2024 കഴിഞ്ഞു, 2025 അതാ തീരാനാവുന്നു. എന്നിട്ടും ഈ പാട്ട് പാടുമ്പോൾ ആ പാട്ടിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ടൈംലെസ് ആണ്. അതിങ്ങനെ അങ്ങ് നിൽക്കും. ഇപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ എന്തൊക്കെയോ നമുക്ക് ഫീൽ ചെയ്യും. ആ പാട്ടിന് അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം ശിവനന്ദ പാടുന്നതിന് മുന്നേ അതിൻ്റെ ഡയറക്ടർ സിബി സാറ് പറഞ്ഞു, പാട്ട് പാടി കഴിഞ്ഞിട്ട് അതിൻ്റെ കമ്പോസറും പറഞ്ഞു. അതിനേക്കാളും അപ്പുറത്ത് വേറൊരു അഭിപ്രായം ഇല്ല ഇനി ഈ ഒരു പാട്ടിന്. എനിക്കാകെ ഫീൽ ചെയ്തത് ഈ ഒരു ഷിവറിങ്, പ്രത്യേകിച്ച് ഈ കരയാതെ കണ്ണുറങ്ങ്, ആതിര കുഞ്ഞുറങ്ങ് എന്ന് പറയാം, ആ സസ്റ്റൈനിലൊക്കെ ഭയങ്കര ഒരു വിറവൽ ഫീൽ ചെയ്തു. അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ പഠിക്കണം നമ്മളെ. അത് പ്രാക്ടീസിൽ തന്നെ ആ ഒരു ഹോൾഡിങ് നമ്മൾ ട്രെയിൻ ചെയ്യണം. ഇപ്പം ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ അത്രയും ഷിവറിങ് ഉണ്ടാവില്ല. എനിക്ക് ആ സസ്റ്റെയിൻസിലുള്ള ഷിവറിങ് ആണ് ഒരു കല്ലുകടി പോലെ തോന്നിയത്. ബാക്കി അതർവൈസ് ഒട്ടുമിക്ക ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ശിവനന്ദ പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. അത്രേ ഉള്ളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, ചോദിക്കാം ചേച്ചി. ശിവനന്ദ, എന്തായാലും മോളുടെ ഈ പെർഫോമൻസിന് 8.5. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. പാറു, ഈ ഒരു അവസരത്തില് ഇതിന്റെ ഡയറക്ടർ സിബിച്ചേട്ടൻ, കാര്യം ഇപ്പൊ ഞാൻ പാട്ട് ചെയ്തൊന്നല്ല, ഇപ്പൊ അത് നമ്മൾ ചെയ്ത പാട്ടുകൾ, നിങ്ങൾ എടുത്തോണ്ട് വരുന്ന പാട്ടുകൾ ആ ഡയറക്ടർ ഓക്കെ ഇത് മതി ശരത്തെ എന്ന് പറഞ്ഞ പാട്ടുകളാണ്. ഇപ്പൊ സിബിച്ചേട്ടന് കരയാതെ കണ്ണുറങ്ങുമ്പോൾ എടുത്തോണ്ട് ഓർഡറേ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് വരാൻ വേറൊരു പാട്ട് ചെയ്യും. അപ്പൊ ഈ പാട്ട് കിട്ടത്തില്ല. അപ്പൊ ഓരോ പാട്ടും പുറത്തു വരുന്നതിന് ആദ്യം നമ്മൾ നന്ദി പറയേണ്ട അതിന്റെ ഡയറക്ടേഴ്സിനോട് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു അവസരത്തിൽ ഞാൻ വർക്ക് ചെയ്ത എല്ലാ ഡയറക്ടേഴ്സിനോടും താങ്ക് യു സോ മച്ച്. ശിവനന്ദ, ഈ പാട്ടിന് 8.7. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. ഓക്കെ, എം ജി സർ. ഐ എം ഗിവിംഗ് യു 8.9. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 26.1. താങ്ക് യു. സൂപ്പർ. ഓക്കേടാ. Ni pa maga sa